ആ കണ്ട് കുറച്ച് ഇടയ്ക്കൊക്കെ കുഞ്ഞെന്തെങ്കിലുമൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അത് എൻ്റെ കൂടെ വരും. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, പറയേണ്ട സമയത്ത് പറയണമെന്ന്. ഇത് പണ്ട് തൊട്ടേ ആളുകൾ പറയുന്ന, ഇത്തിരി മുതിർന്ന ആൾക്കാർ എപ്പോഴും നമുക്ക് തരുന്ന ഒരു ഉപദേശം കൂടിയാണ്. എല്ലാത്തിനൊരു സമയമുണ്ട്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് കർശനമായിട്ട് നിർദ്ദേശം തരുന്നത് പോലെ പറയാറുണ്ട്. നമ്മുടെ ചില തോന്നലുകൾ ചിലപ്പോൾ ശരിയാവും, ചില കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ നടക്കത്തില്ല അല്ലേ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ചില സമയത്ത് നമുക്ക് തന്നെ തോന്നും, പക്ഷേ അത് മാറ്റി വെച്ചത് കൊണ്ടാണ്, അതപ്പം തോന്നി അത് അങ്ങനെ തന്നെ ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു, ഇങ്ങനെയായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഇങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ചില അബദ്ധങ്ങൾ, അയ്യോ എന്നാലും എനിക്കൊരു അബദ്ധം പറ്റില്ല. ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊരു കാര്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും ഇവിടെയുള്ള കുറച്ച് ആളുകൾ ചേർന്നിട്ട് ആഞ്ഞിലിച്ചക്ക കഴിച്ച കാര്യം. അപ്പം ഈ മഴയ്ക്കൊക്കെ മുമ്പ് നന്നായിട്ട് അതൊക്കെ എൻ്റെ വീഡിയോയിലുണ്ട്. നിറച്ച് എൻ്റെ ഫ്രണ്ട് വശത്തെ ഒരു വീടുണ്ട്, ഞങ്ങളുടെ വീടിൻ്റെ. അപ്പോൾ ആ വീട്ടിൽ വലിയൊരു നല്ലപോലെ ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്ന ഒരു ആഞ്ഞിലി ഉണ്ടായിരുന്നു. അതിൽ നിറച്ച് കായ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് പഴുത്ത് കഴിഞ്ഞപ്പം അതും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം അതിന് മുമ്പിലത്തേക്ക് വർഷം ഒക്കെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു ആഞ്ഞിലിച്ചക്കെങ്കിലും പറിച്ചെടുക്കണമെന്ന്. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ കുഞ്ഞിച്ചിരി ചെറുതായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര വേണ്ട, അത് ശരിയാകത്തില്ല, കുഞ്ഞിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായാലോ, അവൾക്കൂടെ എത്തുന്നതാണല്ലോ, അതുകൊണ്ട് അവൾക്ക് കൊടുത്തിട്ട് അതൊരു പ്രശ്നമാണെന്ന് വിചാരിച്ച് പിന്നത്തെ വെച്ചു. പക്ഷേ ഈ വർഷം ഞാൻ ഉറപ്പിച്ചിരുന്നു എങ്ങനെയെങ്കിലും ഒരെണ്ണമെങ്കിലും പറിച്ചെടുക്കണമെന്ന്. അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ നോക്കി, പക്ഷേ അത് പറിച്ചെടുക്കാൻ പറ്റുമോ എന്ന് കിട്ടിയില്ല ഇവിടെ വീട്ടിൽ നിന്ന്. പിന്നെ ഒരു ദിവസം ഇവിടെ ഈ മഴയൊക്കെ തുടങ്ങിയ സമയത്ത്, അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കുമാണ് ആഞ്ഞിലിച്ചക്കയെല്ലാം പഴുക്കാൻ തുടങ്ങി. അപ്പോൾ ഇഷ്ടംപോലെ കിളികളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും, വാതിക്കലായാലും മുകളിലായാലും നിന്ന് കഴിഞ്ഞാൽ കിളികളും മറ്റേ മാടത്തെയും കാക്കയും മഞ്ഞക്കിളിയും ഒക്കെ വന്ന് ഇഷ്ടംപോലെ ഇങ്ങനെ കൊത്തി കഴിക്കും. ചിലതൊക്കെ ഇതുങ്ങൾ ഞാൻ തട്ടുമ്പോഴേ അടന്നങ്ങ് താഴെ വീഴും, നന്നായിട്ട് പഴുത്തിട്ട്. പിന്നെ ഈ വെള്ളമൊക്കെ പിടിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു കൊച്ചൻ അവിടെ നിന്ന് ഇടാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഞാൻ അതിനോട് പറഞ്ഞേ, അവിടെ ഒരാഞ്ഞിലിച്ചക്ക പറിച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പം നമുക്കറിയാവുന്നതാണ്, അപ്പുറത്തെ വീട്ടിലാണ്. അപ്പം പറഞ്ഞ് എവിടെ നിൽക്കുന്നു, ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇത്രയും വലിയൊരു ആഞ്ഞിലി മരവും അത് നിറയെ ഇത്രയധികം ചക്കയും കിടന്നിട്ട് അതും കുറേയൊക്കെ പഴുത്തിട്ട് റോഡിൽ വീഴുന്നുണ്ട്, എന്നിട്ട് ഞാൻ കണ്ടില്ലേ എന്നുള്ളത്. എവിടെ നിൽക്കുന്നു, ഞാൻ പറഞ്ഞു ദോ അവിടെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പറിച്ചെടുക്കണമെങ്കിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തോട്ടി എന്നൊക്കെ പറയും, ഇവിടെ തോണ്ടി എന്തുവായാലും പറിച്ചെടുക്കാനുള്ള സംഭവം. ആ കമ്പ് അതിൽ പായ്പ് എന്നൊക്കെ പറയും, ഞങ്ങളുടെ തായ്പ എന്നൊക്കെ പറയും. എന്താണ് ഇതൊക്കെ സംഭവം മനസ്സിലല്ലോ, നമ്മൾ മാങ്ങയൊക്കെ പറിക്കാൻ ഉപയോഗിക്കുന്ന ആ കമ്പ് അതാണ്. അപ്പോൾ അത് അടുത്തുള്ളൊരു വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ഇതൊക്കെ എടുത്ത് വരുമ്പോഴേ ആൾക്കാർ ഇത് എവിടെ പോകുന്നു എന്നുള്ളത്. അപ്പം ആ വീട്ടിലെ ആ ചേച്ചി, 2 പിള്ളേർ, അവിടുത്തെ ചേട്ടൻ, ഞാൻ, കുഞ്ഞ്, ഈ കൊച്ചൻ, വേറെ അപ്പോൾ ഒരു കൊച്ച് ഇതുവഴി വണ്ടിയെ വന്നു. അപ്പോൾ അതിൻ്റെ കൊച്ചൻ, അങ്ങനെ ഒരു പറ്റ ആളുകൾ ആഞ്ഞിലിയുടെ ചുവട്ടിൽ വന്നിട്ട് ഞങ്ങളിങ്ങനെ ഇതാണ്. അപ്പം പച്ചയിൽ നിൽപ്പുണ്ട്, പഴുത്തത് നിൽപ്പുണ്ട്. അപ്പം ഈ കൊച്ചനൊരു ഡൗട്ടുണ്ട്, ഒരു സെക്കൻഡേ, ഇതിൽ പച്ച ഏതാ പഴുത്തോ ഏതാണ്? ഞാൻ പറഞ്ഞ പച്ചയും പഴുത്തതും കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ? പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞേ, എനിക്കിതേ മനസ്സിലാവുന്നില്ല. അപ്പം കൊച്ചൻ പറഞ്ഞേ, എനിക്കറിയാം അണ്ണ, അതുകൊണ്ട് അതാണ് പച്ച, ഇതാണ് പഴുത്തത്, ഇതാണ് പറിച്ചെടുക്കണ്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ ഓരോന്നായിട്ട് കൊച്ചൻ പറിച്ചെടുത്തു. ഞങ്ങളെല്ലാവരും കഴിച്ചു. 2 കൊച്ചുകുട്ടികളുണ്ടായിരുന്നു. ഒരാൾ മാനസക്കാട്ടി മൂത്തതാണ്, സ്കൂളിൽ ചേർന്ന് ഇപ്രാവശ്യം. പക്ഷേ അവന് പേടി. അവൻ പറഞ്ഞ എന്തുവെന്നറിയാവോ,
ഞാൻ ചെറിയ ചക്ക കഴിക്കാറില്ല, ഞാൻ വലിയ ചക്കയെ കഴിക്കത്തുള്ളൂ. അതായത് നമ്മുടെ പ്ലാവിലുണ്ടാകുന്ന ചക്കയുടെ കാര്യമാണ് പുള്ളി ഉദ്ദേശം. ഇതൊക്കെ ഞങ്ങൾ കഴിക്കുന്നപ്പോൾ അവൻ എന്തോ ഒരു ഇത് എന്ത് സാധനം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞാൻ പക്ഷേ എന്ത് ചെയ്തു, ഞാനും കഴിച്ചു. അപ്പോൾ കുഴപ്പമില്ല, വെള്ളം ഇങ്ങനെ മഴ പെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളൊന്നും ചക്കയ്ക്ക് ഇല്ല. നല്ല മധുരമൊക്കെ ഉണ്ട്. ഞാനത് ഇച്ചിരി എടുത്തിട്ട് ഇങ്ങനെ ഞെരടിയിട്ട് കുരുവൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് മാംസമുള്ള ഭാഗം മാത്രം എൻ്റെ കുഞ്ഞിനും കൊടുത്തു. അവൾ 3-4 എണ്ണമൊക്കെ അങ്ങനെയൊക്കെ തിന്നു. പിന്നെ അവൾക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കൂടുതൽ കൊടുത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ. എല്ലാവരും ഹാപ്പിയായി. ഞാൻ പറഞ്ഞേ, നമുക്ക് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പോൾ ഓരോ സീസണിലും ഓരോ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾക്ക് കഴിക്കാൻ പറ്റുന്നത് നമ്മൾ കഴിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഓർത്ത് വിഷമിക്കേണ്ടി വരും, അത് കഴിച്ചില്ലല്ലോ എന്നതുള്ളത് എന്നും. അപ്പോൾ അങ്ങനെ എല്ലാവരും കഴിച്ചു, എല്ലാവരും സന്തോഷം. ഇനി ആർക്കെങ്കിലും വേണോ? ആർക്കും വേണ്ട. അങ്ങനെ അവിടോട്ട് വരാത്ത 2 വീട്ടുകാരുണ്ട്. ഒന്ന് ഈ ആഞ്ഞിലിയുടെ ഉടമസ്ഥരുടെ വീട്ടിലും കൊടുത്തു, പിന്നെ ഈ പറിച്ചെടുക്കാനുള്ള ഓട്ടെടുത്ത വീട്ടിലും അവിടെയുള്ളവർക്കും കൊടുത്തു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി കേട്ടോ. അപ്പം ഞാനത് വലിയ സന്തോഷം കേട്ടോ. അതപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മെനഞ്ഞാന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഇവിടെ ഈ മരം വെട്ടുന്ന ശബ്ദം കേൾക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എന്തുവാ, ഈ ആഞ്ഞിലി വെട്ടുകയാണ്. ഞങ്ങൾ ഈ ചക്ക പറിച്ച് ആഞ്ഞിലി വെട്ടുകയാണ്. ഞാൻ ആദ്യം ഓർത്ത് എന്താണെന്നറിയാം, അതിന് ഒരുപാട് ഈ പന്തലിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ നടുക്കലത്തെ ആ തടിയിൽ നിന്നും ഒത്തിരി ശിഖരങ്ങളുണ്ട്. നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ലുക്കിലാണത് കാണും. അതൊക്കെ ആ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ അല്ല വീഡിയോ തന്നെ എടുത്തേക്കുന്നത്. നല്ല ഇങ്ങനെ പന്തലിച്ച് നിൽക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒരു കമ്പിൽ ഈ കാക്കയും കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെട്ട് ഞാൻ ഓർത്ത് ആദ്യം ഈ ശിഖരങ്ങളൊക്കെ ഇറക്കി കൊടുക്കുമല്ലോ ഇങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ, നല്ലതിന് വണ്ണം വയ്ക്കുക എത്തുള്ളൂ എന്ന് പറയുന്നതൊക്കെ. അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുകൂടെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ വെട്ടുന്ന ആളിനെ ഒന്നും കാണുന്നില്ല. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞ്, അത് ഈ വെട്ടുകാർ ഒരാൾ മദ്യപിക്കാനോ പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് ഒരുത്തൻ ഈ വെട്ടുന്ന മെഷീനും എടുത്തുകൊണ്ട് അങ്ങ് പോയി. അതുകൊണ്ട് വെട്ടുന്നത് അവിടെ വെച്ച് ഉപേക്ഷിച്ച് നിർത്തിയേക്കോ. അപ്പോൾ ഒരു ശിഖരത്തിൻ്റെ തല വെച്ച് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഇതിങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ശരിയാകത്തില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ അമ്മയോട് ചോദിച്ചു, എന്നാൽ മുഴുവനും വെട്ടുവാണോ എന്ന് ചോദിച്ചു. ആ മുഴുവനും വെട്ടുവാണ്. ഞാൻ പറഞ്ഞേ അതെന്ത് പറ്റി? ഒരുപാട് ഇല വീഴുന്നു, അതുമാത്രമല്ല വെയിൽ കിട്ടുന്നില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാണോ? ഓ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് ഇങ്ങനെ അവർ പിണങ്ങിപ്പോയി, വെട്ടാൻ വന്ന ആൾ പിണങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ശരി, അത് കൊള്ളാമല്ലോ, വെട്ടാൻ വന്നിട്ട് പകുതിക്ക് ഇട്ടിട്ട് പോയേക്കുന്നു. അതിൻ്റെ 2 തലയാണുള്ളത്, വലിയ 2 കമ്പുകൾ. അതിൽ ഒരെണ്ണം വെട്ടി ഒരെണ്ണം നിർത്തിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് അതിൻ്റെ ബാക്കിയും കൂടെ വെട്ടി അതിനപ്പുറത്തോട്ട് മാറി വേറൊരു ആഞ്ഞിലി നിൽപ്പുണ്ടായിരുന്നു വലുത്, അതും വെട്ടി ഇങ്ങനെ. ഇവിടെ ആണെങ്കിൽ അതിൻ്റെ ശബ്ദം, ഈ മെഷീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മോൻകുട്ടന് ഭയങ്കര പേടിയാണ്. ചെറിയ മുട്ട ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവോ മോൻകുട്ടിയെ? അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ് ഈ മെഷീൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ. എന്നിട്ടും പിന്നെ നോക്കിക്കൊണ്ടൊക്കെ അകത്ത് നിന്നുകൊണ്ട് നോക്കും, പേടിച്ചിട്ടാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ 2 ആഞ്ഞിലിയും വെട്ടി. അപ്പോൾ ഈ ഒരാഞ്ഞിലി വെട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചെന്നാണ്, മറ്റേ ഇച്ചിരി വലിയ ആഞ്ഞിലിയാണ് എങ്കിലും ഓർത്ത് ആഞ്ഞിലിച്ചക്ക അവിടെ നിന്ന് വല്ല എത്തുമെന്നുണ്ടെങ്കിൽ അതേന്നായാലും ഇനി അടുത്ത വർഷം നമുക്ക് പറിച്ച് കഴിക്കണമെങ്കിൽ കഴിക്കാമല്ലോ. പക്ഷെ 2 വെട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഒരു ആഞ്ഞിലിച്ചക്ക കഴിക്കുക എന്ന് പറയുന്നത് എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് അന്വേഷിച്ച് താഴെ നിൽക്കുന്നത് വല്ലതും ഉണ്ടോ നോക്കി എടുത്ത് നമ്മുടെ വീടിൻ്റെ വാതിക്കലാകുമ്പോൾ നമുക്ക് സൗകര്യമായിട്ട് എടുക്കാമായിരുന്നു. പക്ഷേ ഇനി അത് ഇല്ല, അതാ ഒരു വലിയൊരു സത്യമാണ്. അപ്പം ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്, ഞാൻ അന്ന് അത് വേണമെന്ന് ആഗ്രഹിച്ചു. അത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ ലൈൻ പോകുന്നുണ്ട്. മറ്റൊരാളോട് പറഞ്ഞു, അയാളത് എടുത്തു. അത്രയും ആളുകൾക്ക് അതിൻ്റെ ഒരു ഫലം കഴിക്കാൻ പറ്റിയില്ലേ. അന്ന് ഞാനങ്ങനെ ചിന്തിച്ചില്ല.
അതിനോട് പറഞ്ഞില്ല, മടിച്ച് നിന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും അത് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നിപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് വിഷമിച്ചേനെ. കാരണം അതിൽ നിന്നൊരു പഴം എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ, ആഞ്ഞിലിച്ചക്ക ഒരെണ്ണം കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചേനെ. കാരണം ഇനി അത് നടക്കത്തില്ല അല്ലേ, ഇനി ഒരിക്കലും അത് നടക്കത്തില്ല. ആ ആഞ്ഞിലി മുഴുവനായി വെട്ടിക്കളഞ്ഞു. അപ്പം ഇനി അതിൽ നിന്നൊരു ചക്ക കഴിക്കണമെന്ന് വിചാരിച്ച് നടക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ. നമ്മൾ വിചാരിച്ചാൽ അത് നടത്തിയില്ലെങ്കിൽ ചില കാര്യങ്ങൾ പിന്നീട് ഒരിക്കലും നടക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ എന്തിനെങ്കിലും കുറിച്ചൊരു ആഗ്രഹം തോന്നിയാൽ അത് മാക്സിമം നടത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയും പിടിച്ച് വരുമ്പോൾ എന്താണ്, നമ്മൾ എന്താണോ നേടാൻ ആഗ്രഹിച്ചത് അത് നമ്മളിൽ നിന്ന് അകന്നു പോകും. അതിലും നല്ലത് നമ്മുടെ ആ ആഗ്രഹം തോന്നുന്ന സമയത്ത് അതെങ്ങനെ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അത് എന്നെ സംബന്ധിച്ച് ഇന്നതൊരു വലിയൊരു പാഠവും കൂടിയായിരുന്നു. അങ്ങനെ തോന്നിയില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനൊരു ആഞ്ഞിലിച്ചക്ക കൊടുക്കണമെന്ന് വിചാരിച്ച് നടക്കുമോ? പിന്നെ എവിടെയെങ്കിലുമൊക്കെ തിരക്കി നടക്കേണ്ട. ഇവിടെ എങ്ങും വേറെ ആഞ്ഞിലില്ല. കാരണം അപ്പുറത്തെ പുരയിടത്തിലുണ്ടെങ്കിലും അതങ്ങ് വലുതാണ്, താഴെ ഒന്നും ശിഖരമില്ല. ആഞ്ഞിലിയെ കയറി മുകളിൽ ചെന്നാലേ ചിലപ്പോൾ ഒരു കാ കിട്ടത്തുള്ളൂ. അതും വലുതായതുകൊണ്ട് അങ്ങനെ വലിയ ഇതൊന്നുമില്ല, ആഞ്ഞിലി ചക്ക കുറവാണതിൽ. അങ്ങനെ ആഞ്ഞിലികൾ രണ്ടും ഭൂമിയിൽ നിന്നും വിട പറഞ്ഞു പോയിരിക്കുന്നു ഇല്ലേ. മനുഷ്യർക്കുള്ളതുപോലെ ജീവൻ അതുങ്ങൾക്കും ഉണ്ടല്ലോ. അതെല്ലാവരുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. ഇതൊരു ജീവിതത്തിലെ വലിയൊരു സത്യമാണ്. അപ്പോൾ ആ സത്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ സത്യങ്ങളും നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും മനസ്സിലാക്കും. അത് ഓരോരോ സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഒന്നുമില്ല, അത് എല്ലാവരോടും സംസാരിക്കും. കാരണം ആ വീഡിയോ കേട്ടവർക്കൊക്കെ അറിയാം. അങ്ങനെ അതിനെക്കുറിച്ച് ആ വീഡിയോ കണ്ടവർക്ക്, ആ മരത്തെ കണ്ടവർക്കും, അത് ചക്കയെ നമ്മൾ പറിച്ചന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നു അതും, അങ്ങനെ അത് രണ്ടും കേട്ടവർക്ക് ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് ഇതാവും. നമ്മൾ വലിയ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അത് രണ്ടും വെട്ടിക്കളഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമം തോന്നി. കാരണം ഈ ആ മരത്തേലാണ് മുകളിലൊരു കാക്കക്കൂടുണ്ട്. 3 കിളികളോ ആണ്, 3 കുഞ്ഞുങ്ങൾ. കാക്കയ്ക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് 2 ഞാൻ കണ്ടുള്ളൂ. അതിവിടെയൊക്കെ നടക്കുമായിരുന്നു. ഒരു വലിയൊരു അതൊരു തനിയെ ഇത് ഇറങ്ങി വന്ന ആ ഒരു ടൈമിലൊക്കെ ഇവിടെ അടുത്തായതുകൊണ്ട് ഇവിടെയൊക്കെ നടക്കും. അതിങ്ങനെ കരയുന്നത്. അപ്പം ഞാനിവിടെ കുഞ്ഞിനോട് പറയും, പിന്നെ അവിടെ ആ നിൽക്കുന്ന മരമില്ലേ അതല്ല അതിൻ്റെ കൂട് എന്നൊക്കെ ഇവൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ കൂടുമില്ല, ആ മരവുമില്ല അല്ലേ. ഞാനൊരിക്കലും വിചാരിച്ചില്ല അത് വെട്ടി മാറ്റുമോ എന്നുള്ളത്. ഇത് വെട്ടിയപ്പോൾ ഞാൻ ഓർത്ത് അപ്പുറത്ത് ഒരെണ്ണം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് ഇച്ചിരി പൊക്കമുള്ളതാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒരെണ്ണം എടുക്കാമല്ലോ. പക്ഷെ അതും വെട്ടിക്കഴിഞ്ഞപ്പം ഭയങ്കര ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലരൊക്കെ പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ, അതൊരു തണലും ഒക്കെ ആയിരുന്നു. ഇനി ആ സൈഡിൽ ഭയങ്കര വെയിലാണ്. അപ്പം നമ്മുടെ വാതിലും കൂടെ ആയതുകൊണ്ട് ഇപ്പം അടുക്കളയിലൊക്കെ നല്ല വെട്ടമാണ് മരം പോയപ്പോൾ. ഇനി കാറ്റൊക്കെ കൂടുതൽ ഇങ്ങോട്ട് അടിക്കും. പിന്നെ തണൽ നഷ്ടപ്പെട്ടു, വാതിക്കലൊക്കെ വെയിൽ കൂടി, എന്തോ ഭയങ്കര ഒരു ശൂന്യതയായിപ്പോയി. ആ ശൂന്യത ഒരിക്കലും നമുക്കൊരു സന്തോഷം നൽകുന്ന ശൂന്യതയല്ല, അതൊരു നഷ്ടപ്പെടലാണ് ആ ശൂന്യത. നീ ഒരു മരം വെച്ച് പിടിപ്പിച്ച് ആ പരുവത്തിലാകണമെങ്കിൽ എത്രയോ വർഷങ്ങളുണ്ടാവും, വേണ്ടി വരും അല്ലേ. ഇതുപോലെയുള്ള ഓരോ മനുഷ്യരുടെയും കാര്യം. നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ കയ്യിൽ അതുണ്ടായിരുന്നപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വില നമുക്ക് മനസ്സിലായതും. പിന്നീടൊരു ആശ്വാസം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ നമുക്കത് അല്ലേ, അതിലുണ്ടായ അവസാനത്തെ കായ്കളായിരുന്നു, അത് ചക്കകളായിരുന്നു. അതിൽ കുറച്ച് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റിയില്ലേ, അതിനും ഒരു സന്തോഷം കാണും അല്ലേ. അതുവരെ പക്ഷികളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കുറച്ച് മനുഷ്യർ കഴിച്ചല്ലോ എന്ന് അതിൻ്റെ ഉള്ളിലും തോന്നുന്നുണ്ടായിരിക്കും, ആ മരത്തിൻ്റെ മനസ്സിലും അങ്ങനെ പറയാമല്ലോ. അപ്പം അതും എല്ലാം ഒരു നിമിത്തം. ഞാൻ കാരണം കുറേ പേർക്ക് അതിൻ്റെ ചക്ക കഴിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് അതിൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഇതുപോലൊക്കെയുള്ള സന്തോഷങ്ങൾ അതിൻ്റെ കൂടെ
പിന്നീടുണ്ടാകുന്ന ദുഃഖങ്ങളും ഇപ്പം ഞാൻ ഒരു വിഷമവും അതേപോലൊക്കെ നമ്മൾ പലതും ഇങ്ങനെ ചിന്തിക്കാനും എടുക്കാനും ഉണ്ട്. ചില നഷ്ടങ്ങൾ നമ്മളെക്കൊണ്ട് പലതും ചിന്തിപ്പിക്കുമെന്നാണല്ലോ. അപ്പോൾ ഓക്കെ.